ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു പാൽക്കപ്പ ഉണ്ടാക്കിയാലോ? അതിന് കപ്പ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് വെച്ച് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മളെ കപ്പ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലത്തെ വെള്ളം നൂറ്റി കളയണേ. ആ വെള്ളം നൂറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളകും കൂടെ അരച്ച് ചേർത്തതിന് ശേഷം തേങ്ങാപ്പാൽ അത് ഒന്നാം പാലാണ് കേട്ടോ. രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. ഇപ്പോൾ രണ്ടാം പാലിൽ കിടന്ന് നന്നായി ഒന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കപ്പ നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കാം. നന്നായി ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കപ്പ ഇറക്കി വെക്കാം. നമുക്ക് ചീനിച്ചട്ടി ഒരു അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കടുകും വറ്റൽമുളകും വേപ്പിൻ്റെ ഇട്ടിട്ടൊന്ന് വറവിട്ടിട്ട് ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയുടെ കൂടെ അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ. ഞങ്ങൾ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കുന്നത്. ശരി, അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പാൽക്കപ്പ.